ഹലോ, നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായാൽ എങ്ങനെയാണ് മാർക്കറ്റിനെ, അതായത് ഓഹരി വിപണിയെ അഫക്റ്റ് ചെയ്യുന്നത്, ഓഹരി വിപണിയെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. ഇതിന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇനി സ്വാധീനിക്കാനുള്ള സാധ്യതയെന്ന് നോക്കാം. കാർഗിൽ യുദ്ധം 1999 മെയ് മുതൽ ജൂലൈ വരെയായിരുന്നു കാർഗിൽ യുദ്ധം. വിപണിയുടെ പ്രതികരണം നിഫ്റ്റി 50 സംഘർഷ സമയത്ത് 0.8% കുറഞ്ഞ്, എന്നാൽ സംഘർഷത്തിനിടയിലും ശേഷവുമായി 41% ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സംഘർഷം അവസാനിച്ചപ്പോൾ നിക്ഷേപകർ വേഗത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുത്തതിനാൽ മാർക്കറ്റ് തിരിച്ചു കയറി. 2001 പാർലമെൻറ്റ് ആക്രമണം. 2001 ഡിസംബർ 13 വിപണി ആക്രമണ സമയത്ത് ഏതാണ്ട് 13% ഇടിഞ്ഞു. നിരീക്ഷണം ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും പ്രതികൂലമായ ആഗോള സാഹചര്യങ്ങളുമാണ് ശക്തമായ ഇടിവിന് കാരണമായത്. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണം. വിപണിയുടെ പ്രതികരണം ഏറ്റുമുട്ടലുകൾക്കിടയിലും 100 പോയിൻ്റ് നിഫ്റ്റി കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ആ സമയത്ത് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2016 ഉറി ആക്രമണം. 2016 ഡിസംബർ 18 ആണ് ഉറി ആക്രമണം ഉണ്ടായത്. പ്രതികരണം എന്ന് പറഞ്ഞാൽ വിപണി എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ, കുറച്ച് ട്രേഡിംഗ് സെഷനുകളിൽ 2.1% ഇടിഞ്ഞു. പിരിമുറുക്കങ്ങൾക്ക് ശേഷം വിപണി വേഗത്തിൽ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നിരീക്ഷണം പിരിമുറുക്കവും പരിമിതവും ഹ്രസ്വവുമായ ഏതൊരു ഇടിവും നിക്ഷേപകർ ആ സംഭവത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടില്ല എന്നുള്ളതാണ് ഇതിന് നൽകുന്ന സൂചന. 2019 പുൽവാമ ആക്രമണം. 2019 ഫെബ്രുവരി 14 ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ നിഫ്റ്റി 1.8% ഇടിഞ്ഞു. എന്നാൽ പ്രതിരോധ ഓഹരികൾ ഉയർന്നു. അതേസമയം വ്യോമയാനം, ടൂറിസം പോലെ മേഖലകളിലെ ഇടിവുകൾ വന്നു. നിരീക്ഷണം വിപണി മേഖലാ അടിസ്ഥാനത്തിൽ സെക്ടർ വൈസായിട്ടുള്ള പ്രതികരണം കാണിച്ചു ആ സമയത്ത് ആദ്യത്തെ ഇടിവിന് ശേഷം. എന്നാൽ മാർക്കറ്റ് വേഗത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്തു. ഇനി ഇതിനിടയിൽ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഇത്രയും സംഭവങ്ങളും അതുപോലെയുള്ള അടിസ്ഥാനത്തിൽ. അതായത് ഹ്രസ്വകാലത്തൊരു അസ്ഥിരത വരും എന്നുള്ളത് ഏത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായി വരുന്നതാണ്. വിപണിയിൽ തിരുത്തലുകൾ വരാം. അതായത് ഏതൊരു സംഘർഷം വന്നാലും സംഘർഷത്തിന് സാധാരണയായി 0.8% മുതൽ 13.9% വരെയുള്ള ഇടിവുകളാണ് കാണിക്കുന്നത്. സ്വാഭാവികമായി സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പ്രത്യാഘാതങ്ങൾ, ഹ്രസ്വകാല ഇടിവുകൾ, അതായത് ചെറിയ കാലത്തേക്കുള്ള ഇടിവുകൾ 2.5% മാർക്കറ്റിൽ ഒരു തിരുത്തലുകൾ പ്രതീക്ഷിക്കാം. കഠിനമായ സംഘർഷങ്ങളും കാര്യങ്ങളും വരികയാണെങ്കിൽ 10 മുതൽ 15% വരെയുള്ള ഇടിവ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമാണ്, തിരിച്ചു കയറുകയും ചെയ്യും. അതായത് ചെറിയ സംഘർഷങ്ങളാണെങ്കിൽ 2 മുതൽ 5% വരെയുള്ള ഇടിവ് വരുന്നു. ചെറിയ സംഘർഷങ്ങളിൽ 2% മുതൽ 5% വരെ മാർക്കറ്റിൽ ഒരു തിരുത്തലുകൾ പ്രതീക്ഷിക്കാം. കഠിനമായ സംഘർഷമാണെങ്കിൽ 10 മുതൽ 15% വരെ ഒരു തിരുത്തൽ വരെ. എന്നാൽ ഇവ താൽക്കാലികമാണ്. ദീർഘകാല സ്ഥിരതയുണ്ട്. കാരണം ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രപരമായി ശക്തമാണ്. മാത്രമല്ല, ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ പിന്തുണ ഇന്ത്യൻ ഓഹരി വിപണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ ഒരു സ്ഥിരതയുണ്ട്. നിക്ഷേപ തന്ത്രം എങ്ങനെയായിരിക്കണം? പിരിമുറുക്ക സമയങ്ങളിൽ വ്യോമയാനം, ടൂറിസം പോലെയുള്ള പ്രാദേശികമായി ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലുള്ള എക്സ്പോഷർ കുറയ്ക്കുക. IT, ഫാർമ, FMCG പോലുള്ള മേഖലകളിൽ പ്രാധാന്യം കൊടുക്കുക. അതേസമയം ഹ്രസ്വകാല അവസരങ്ങൾക്കായി പ്രതിരോധ ഓഹരികൾ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ പ്രതിരോധ ഓഹരികളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ദീർഘകാല നിക്ഷേപകന് കാര്യമായ ഇടിവുകൾ വാങ്ങാനുള്ള അവസരമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി
ചരിത്രപരമായി നോക്കിയാൽ ഇത് ചുരുക്കത്തിൽ ചരിത്രപരമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഹ്രസ്വകാല അസ്ഥിരത സൃഷ്ടിക്കുന്നുണ്ട്. പ്രാദേശിക സംഭവങ്ങൾക്ക് സാധാരണയായി 2% മുതൽ 5% വരെ ഇടിവുകൾ ഉണ്ടാകും. ആഗോള സംഘർഷങ്ങളുടെ സ്വാധീനം, അതായത് ഈ സംഘർഷങ്ങൾ ആഗോള തലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ 13.9% വരെയുള്ള തിരുത്തലുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതേസമയം വേഗത്തിലാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നത്. ഇന്ത്യ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ്.